എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഡോക്ടർമാർക്ക് പോലും ഒരു അതിശയമായൊരു സംഭവം തന്നെയായിരുന്നു. അതായത് സ്ട്രോക്ക് വരേണ്ട ഒരു വ്യക്തി ഫുൾ തളർന്ന് കിടക്കേണ്ട ഒരു വ്യക്തി ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ നിന്നിട്ട് ഭഗവാന് സേവനം ചെയ്യുന്നുണ്ട്. അമ്മയ്ക്കിപ്പോൾ കണ്ണനോടൊരു ആഗ്രഹം ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും ആഗ്രഹം ചോദിക്കുക? കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കൂല. എന്നാലും സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ആ ടൈമിലുണ്ടാവുന്ന ആ സമയത്ത് ഇത് യൂസ് ചെയ്യാവോ എന്നുള്ളൊരു സംശയം ഒരുപാട് ഭക്തജനങ്ങൾക്കുണ്ട്. അത് ഒരു പ്രശ്നമില്ല, അതെല്ലാവർക്കും ഒരു സംശയം തന്നെയാണ്. ഒരു പ്രശ്നമില്ല. നമ്മളിത് കഴുത്തിൽ ഇടണമെന്നാണ്, അതായത് നമ്മൾ മരണം വരെ കഴുത്തിൽ ഇടണം എന്നാണിത്. ഭഗവാനെക്കുറിച്ച് പറയാൻ നമ്മളെ അതായത് നമ്മൾ മനുഷ്യ ജന്മം, ആ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ഭഗവത്ഗീതയിൽ കൂടി നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളാരും അത് പഠിക്കാനോ വായിക്കാനോ ശ്രമിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ മനുഷ്യജന്മം എന്ന് പറയുന്നത് നമ്മൾ തിന്ന് കുടിച്ച് സുഖിച്ച് നമുക്ക് മക്കൾ, അച്ഛന്, അമ്മ, ഭാര്യ, ഭർത്താവ് ഇവരെയൊക്കെ സംരക്ഷിച്ച് നമുക്ക് മുമ്പോട്ട് പോകണമെന്നുള്ള ചിന്തയാണ് നമുക്കറിയാവുന്നത്. നമ്മൾ തലമുറകൾ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ആത്മാവാണ്, നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. അപ്പോൾ ഈ ആത്മാവ് അന്വേഷിക്കുന്നത് ഭഗവാനെയാണ്. അതായത് ആത്മസാക്ഷാത്കാരം നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ തന്നെ കിട്ടണം. അപ്പോൾ ഇതായത് നമ്മൾ ഇപ്പോൾ പ്രപഞ്ചത്തിൽ കുറേ 84 ദശലക്ഷ ജീവികളുണ്ട്. അപ്പോൾ അതിൽ 4 ലക്ഷം മനുഷ്യവർഗമുണ്ട്. അതിലൊന്നാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരുത്ത് പറയുമല്ലോ മുൻജന്മ കർമ്മഫലം എന്നൊക്കെ. അപ്പോൾ ആ ഓരോ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഓരോ ജന്മങ്ങളും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ജന്മമാണ് മനുഷ്യജന്മം, പുണ്യജന്മം. ആ ജന്മം നമുക്ക് ഭഗവാനെ നമ്മൾ മനസ്സിലാക്കുക, ഭഗവാൻ പറയുന്നത് പോലെ ജീവിക്കുക. അപ്പോൾ നമ്മൾ എന്നിട്ട് ഭഗവാന്റെ ലോകത്തിലേക്ക് തന്നെ തിരികെ ചെല്ലുക എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കണ്ണൻ്റെ സ്വപ്നം കണ്ടതോ അങ്ങനെ എന്തെങ്കിലും? ഒരു സ്വപ്നം കണ്ടതായിട്ട് നല്ലതല്ല. എൻ്റെ ജീവിതത്തിൽ കറക്റ്റ് കൃഷ്ണൻ്റെ അല്ല, രാധാറാണിയുടെ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. അതായത് എനിക്ക് ഫെബ്രുവരി മാസത്തിൽ ഞാൻ വൃന്ദാവനം പോയായിരുന്നു. വൃന്ദാവനത്തിൽ പോയ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാണ്ടായി. പക്ഷേ ഞാൻ പോകുന്ന സമയത്തൊന്നും കുഴപ്പമില്ല. അവിടെ പോകുന്ന ഒരു 8-ാം തീയതി പോകുന്നു, 9-ാം തീയതിയാണ് ഇങ്ങനൊരു സംഭവം ഹോസ്പിറ്റലിൽ, അതായത് സ്ട്രോക്ക് വരുന്നു. പക്ഷേ അപ്പോൾ എൻ്റെ ഒരു ഗുരു എന്നോട് പറഞ്ഞത് ഭഗവാന്റെ ജപിച്ചിരിക്കും, ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭഗവാൻ മാറ്റിക്കൊള്ളൂ എന്ന്. പക്ഷേ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഡോക്ടർമാർക്ക് പോലും ഒരു അതിശയമായൊരു സംഭവം തന്നെയായിരുന്നു. അതായത് സ്ട്രോക്ക് വരേണ്ട ഒരു വ്യക്തി ഫുൾ തളർന്ന് കിടക്കേണ്ട ഒരു വ്യക്തി ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ നിന്നിട്ട് ഭഗവാന് സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചത്, രാധാറാണിയോട് പ്രാർത്ഥിച്ചതും നമുക്ക് തന്ന ഒരു മനുഷ്യജന്മം നമ്മൾ ഭഗവാന് വേണ്ടി സേവനം ചെയ്യുക. അതായത് ഭഗവാൻ ഏറ്റവും ഇഷ്ടം ഭഗവാനും ഭഗവാന്റെ ഭക്തർക്കും സേവനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ചെയ്യണം. കൃഷ്ണനെ എല്ലാവർക്കും ഇഷ്ടമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കുട്ടി കൃഷ്ണൻ എന്നുള്ള വരുമ്പോൾ കുറുമ്പ് കൂടുതലല്ലേ, കുസൃതി കുറുമ്പ് അത് കൂടുതലായതിൻ്റെ പേരിൽ അമ്മമാർക്ക് കൂടുതൽ ഇഷ്ടം കൃഷ്ണനോട് ആ ഒരു ഇത്. പിന്നെ ഭക്തർക്കിഷ്ടം, അതായത് ഒരു ഇടപ്രായത്തിൽ പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടം വരുമ്പോൾ ഭഗവാൻ ഒരു കാമുക ഭാവത്തിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാകുമല്ലോ അല്ലേ. നമ്മൾ ഖണ്ഡിമാല എന്ന് പറയുന്നത് അത് നമുക്കിപ്പോൾ ഒരു വളർത്തു നായ റോഡിൽ അല്ലാണ്ട് അലയുന്ന കുറേ നായകളുണ്ട്. പക്ഷെ ഒരു വളർത്തു നായയുടെ കഴുത്തിൽ ഒരു തുടലുണ്ടാകും. എന്തിൻ്റെയാണ്? അതിനൊരു യജമാനുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഖണ്ഡിമാല എന്ന് പറയുന്നത് നമ്മുടെ യജമാനാണ് ഭഗവാൻ എന്നുള്ളതാണ് ഖണ്ഡിമാല ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പ്രസാദം മാത്രമേ കഴിക്കാവൂ. അതായത് ഏത് കാര്യം ഭഗവാന് നിവേദിച്ചത് മാത്രമേ നമ്മൾ കഴിക്കാവൂ. നിവേദിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കുളിച്ച് ശുദ്ധവൃത്തിയായിട്ട് അത് നമ്മൾ ഭഗവാന് വേണ്ടി മാത്രം പ്രത്യേകം പാചകം ചെയ്യാൻ വേണ്ടി പാത്രത്തിൽ ഭഗവാന് അത് പാചകം ചെയ്ത് ഭഗവാന് തുളസിയിലിട്ട് നിവേദിച്ച് അത് നമ്മൾ കഴിക്കും. നമ്മളെപ്പോഴും നമ്മൾ അതായത് നമ്മൾ ഭഗവാന് നിവേദിക്കാൻ പറ്റുന്ന ഏത് സാധനം, ഇപ്പോൾ നോൺ വെജ് പാടില്ല, ഉള്ളിയും വെളുത്തുള്ളി
പിന്നെ ചായ കാപ്പി അതൊന്നും നമ്മൾ പാടില്ല. ബാക്കി ഏത് സംഭവങ്ങളും നമ്മൾ ഭഗവാന് നിവേദിച്ചിട്ട് നമ്മൾ കഴിക്കാം, പ്രസാദമായിട്ട് കഴിക്കണം. സ്ത്രീകൾക്ക് ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ് സാധാ തുളസിമാലയും ഖണ്ഡിമാലയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആ ടൈമിലുണ്ടാകുന്ന ആ സമയത്തിന് ഇത് യൂസ് ചെയ്യാവോ എന്നുള്ളൊരു സംശയം ഒരുപാട് ഭക്തജനങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് സ്റ്റോറുണ്ട്, അപ്പോൾ ഞങ്ങളോട് പ്രധാനമായിട്ട് സ്ത്രീകൾ ചോദിക്കുന്ന കാര്യമാണിത്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അത് ഒരു പ്രശ്നമില്ല, അതെല്ലാവർക്കും ഒരു സംശയം തന്നെയാണ്. ഒരു പ്രശ്നമില്ല. നമ്മളിത് കഴുത്തിൽ ഇടണമെന്നാണ്, അതായത് നമ്മൾ മരണം വരെ കഴുത്തിൽ ഇടണം എന്നാണിത്. ഒരിക്കലും അത് അഴിച്ചു വെക്കരുത്, എപ്പോഴും വേണം. പിന്നെ തുളസിമാലയുണ്ട്, അല്ലാതെ ചന്ദനമാലയുണ്ട്, പിന്നെ രക്തചന്ദനത്തിൻ്റെ മാലയുണ്ട്. അങ്ങനെ പല ടൈപ്പ് മാലയുണ്ട്. തുളസിമാല ഇടുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതെല്ലാം ഫോളോ ചെയ്യണം. എല്ലാം നമ്മൾ സത്യത്തിൽ നമ്മൾ ഇത് ഇട്ടില്ലെങ്കിലും നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യണം. അതായത് നോൺ വെജ് എല്ലാം നിർത്തുക. 4 യമനിയമങ്ങൾ എന്ന് പറയും, അത് നമ്മൾ പാലിക്കണം. യമനിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതായത് മദ്യപാനം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ചൂതുകളി പാടില്ല, പിന്നെ പുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം. ഇത് 4 യമനിയമങ്ങൾ. ഇത് 4 നമ്മൾ ചെയ്യാൻ പാടില്ല. ഭഗവാൻ പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയാമോ? നീ ഏത് കാര്യം ചെയ്യുമ്പോഴും, അതായത് എന്തും നീ ഭക്ഷിക്കുമ്പോഴും, നീ നമ്മൾ എന്ത് കാര്യം ചെയ്തോട്ടെ, അത് കുടുംബജീവിതം ആയാലും ശരി. നമുക്കിപ്പോൾ ജോലിയില്ലേ, ഇപ്പോൾ ജോലിക്ക് പോകണം. ആ ജോലി പോവുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്, ഈ പൈസയും കൊണ്ട് നമുക്ക് ഭഗവാന് വേണ്ടി എന്ത് സേവനം ചെയ്യാം എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ജോലി. ഇപ്പോൾ ഒരു കാറ് വാങ്ങണം. ആ കാറ് വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിൽ 2-3 ഭഗവാന്റെ ബുക്കുകൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കാർ എന്തിനുള്ളതാ? ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾക്ക് ഒരു പുതിയ വീട് വെക്കണം. അപ്പോൾ ആ വീട് വെക്കണമെങ്കിലും പ്രധാനം ഭഗവാന് ലക്ഷ്യം, ഭഗവാന് വേണ്ടിയിട്ടൊരു വീട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാം. അതൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല അതൊന്നും ചെയ്യേണ്ട ഒന്നും. എല്ലാം ഭഗവാന് സമർപ്പിച്ച് ചെയ്യുക എന്ന് മാത്രമേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഭഗവാനെ എപ്പോഴും സ്മരിക്കുക, എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക, അത്ര തന്നെ. എനിക്ക് സത്യം പറയും, ഞാൻ അങ്ങനെ വഴിപാടെന്നിട്ടുള്ള അങ്ങനെ ഞാനിവിടെ വന്ന് ജപിച്ചിരിക്കുക. അതായത് നമ്മുടെ ഗുരുവായൂർ വിഗ്രഹം എന്ന് പറയുന്നത് ബ്രഹ്മാവ് പൂജിച്ച വിഗ്രഹമാണ്. അപ്പോൾ അവിടെ നിന്ന് വന്ന് രാധാറാണിയിൽ നിന്ന് വന്ന വിഗ്രഹമാണ്. അപ്പോൾ ഭഗവാൻ എപ്പോഴും രാധാറാണിയിൽ നിന്നൊരു വിരഹവേദന അനുഭവിച്ച് നിൽക്കുന്ന ഇതാണ്. അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ രാധാറാണിയുടെ ഒരു കീർത്തനങ്ങൾ ചൊല്ലി ആ രാധാറാണിയെക്കുറിച്ച്, അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ നിന്ന് മാറി നിൽക്കുമല്ലേ, അപ്പോൾ വൃന്ദാവനത്തിനെ കുറിച്ചുള്ള ഒരിത് കേൾക്കുമ്പോൾ ഭഗവാന് കൂടുതൽ സന്തോഷം ആവുമെന്ന് കരുതിയിട്ട് ഞാൻ വൃന്ദാവനത്തിനെ കുറിച്ച് ഇങ്ങനെ ഞങ്ങൾ രാധാറാണിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ കീർത്തനമൊക്കെ ചൊല്ലി അങ്ങനെ നിൽക്കും. ജപിച്ചില്ലെങ്കിലും നമ്മൾ എന്ത് കൊതിക്കുന്നോ ഒക്കെ ഭഗവാൻ നമ്മുടെ മുന്നിൽ കൊണ്ടിട്ട് വരും. അമ്മയുടെ കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടായിരിക്കും കൃഷ്ണനെ എല്ലാവരും ഇത്രയും സ്നേഹിക്കാൻ അല്ലെങ്കിൽ ആരാധിക്കാൻ കാരണം? ഭഗവാൻ എന്ന് പറഞ്ഞാൽ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനല്ലേ. അപ്പം നമ്മുടെയൊക്കെ സംരക്ഷിക്കുന്ന ഭഗവാനല്ലേ. അപ്പോൾ ആ ചൈതന്യം എല്ലാവരിലേക്കും ഈ നാമം ജപിക്കാത്തവരും എല്ലാവരും എത്തും. പക്ഷെ നാമം ജപിക്കുന്നവർക്ക് കൂടുതലൊരു ഐശ്വര്യമായിരിക്കും. ഇന്നത്തെ അനുഭവം പറഞ്ഞുതരാം. ഞാൻ പുറത്ത് നിന്ന് ഭഗവാൻ ഉള്ളിൽ നിന്ന് ശിവരിയായിരുന്നു, കാണാൻ കൊതിച്ചു. പക്ഷെ എനിക്കങ്ങ് ഉള്ളിൽ കിടക്കാനായില്ല. ഞാൻ പുറത്ത് ഇവിടെ വന്ന് നിൽക്കുമ്പം ഭഗവാൻ നേരെ ആനപ്പുറത്ത് വന്ന് നിന്നു. ഇവിടെ പുറത്ത് വന്ന് നിന്ന് കണ്ടു. ഭഗവാനെ കാണാൻ സാധിച്ചു. പുറത്തുനിന്ന് പിന്നെ എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ കേക്കെ നല്ലൊരു ഇന്ന് പരിപാടിയായിരുന്നു, അതുകൊണ്ട് ഭഗവാനെ എനിക്ക് കാണാൻ സാധിച്ചു. കണ്ണൻ ഏത് രൂപത്തിലാന്നെ ഭഗവാന്റെ രൂപം തന്നെയാണ്. അമ്മക്ക് ഇപ്പോൾ കണ്ണനോടൊരു ആഗ്രഹം ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും ആഗ്രഹം ചോദിക്കുക? കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കൂല, എന്നാലും ഇല്ല. എനിക്ക് ഭഗവാൻ ബ്ലെസ്സിങ് തരാൻ മാത്രമാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ എനിക്കൊന്നും ഓർമ്മയുണ്ടായില്ല. അതാണ് എൻ്റെ വലിയൊരു അനുഗ്രഹമാണല്ലോ. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ആരായിട്ട് ജനിക്കാനാണ് ആഗ്രഹം? ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ ഗോലോകത്ത് ഒരു പുല്ലായിട്ട് ജനിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ഞാൻ ശ്രമിക്കുന്നു. കണ്ണടയ്ക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ രൂപം മനസ്സിൽ വരുമ്പോൾ, മനസ്സിലല്ല പ്രപഞ്ചത്തിലുണ്ട്, എല്ലാത്തിലും.